നമസ്കാരം, ഞാൻ സുചിത്ര. ഇന്നീ വായനാ കൂട്ടായ്മയിൽ നമ്മൾ വായിക്കാൻ പോകുന്നത് ശ്രീ പ്രകാശൻ ചുരങ്ങാട് എഴുതിയ അപ്പുവിൻ്റെ ലോകം എന്ന നോവലിലെ അദ്ധ്യായം 5 ഭാഗം 1, 2. ഭാഗം 1. അപ്പുവിൻ്റെ വീട്ടുപറമ്പിൻ്റെ പടിഞ്ഞാറേ പടി കടന്നാൽ കുണ്ടനിടവഴിയായി. അപ്പുവിനോളം ഉയരമുണ്ട് ഇടവഴിക്ക്. ഇടവഴിയുടെ അപ്പുറവും ഇപ്പുറവും കൈതപ്പൊന്തയാണ്. ചേലക്കാട്ടുപറമ്പും മേലപ്പാട്ട വളപ്പും താണ്ടി ചെറുമക്കളുടെ കോളനിയും കഴിഞ്ഞു വേണം കാളവണ്ടി പോകുന്ന മൺപാതയിലെത്താൻ. മൺപാത വഴി കുറച്ച് വടക്കോട്ട് ചെല്ലുമ്പോൾ പീടികമുക്കായി. മധുരമുള്ള ഉണ്ണിയപ്പം കിട്ടുന്ന മാധവൻ നായരുടെ ചായപ്പീടികയും കുട്ടേട്ടൻ്റെ പലചരക്കു കടയും ശേഖരമേനോൻ്റെ റേഷൻ ഷാപ്പും അബ്ദു മാപ്പിളയുടെ തുന്നക്കടയും പീടികമുക്കിലാണ്. കൈതപ്പൊന്തകളിൽ പാമ്പുകളുണ്ടാവും. ഇടവഴിയിലൂടെ പോത്തോ പശുവോ നേർക്ക് നേരെ വന്നുകൂടുന്നില്ല. ചെറിയ കുട്ടികളെ അവിറ്റകൾക്ക് പേടിയുണ്ടാവില്ല. അതുകൊണ്ട് അപ്പുവിനെ ആ വഴിക്കൊന്നും ഒറ്റയ്ക്ക് അമ്മ വിടില്ല. ചെറുമ കോളനിയിലാണ് ചേന്നൻ്റെ കുടിയും. ചേന്നനെയോ മുണ്ടിയെയോ പണിക്ക് വിളിക്കാനും കുട്ടേട്ടൻ്റെ കടയിലേക്ക് പോകാനും ഏട്ടനെയാണ് അമ്മ പറഞ്ഞയക്കുന്നത്. എവിടെ പോകുമ്പോഴും ഏട്ടന് തുണ വേണം. ഏട്ടൻ്റെ കൂടെ പോകാൻ അപ്പുവിനും ഉത്സാഹമാണ്. പടുമരങ്ങൾ മാത്രം വളർന്നു നിൽക്കുന്ന പൊന്ത കെട്ടിക്കിടക്കുന്ന ചേലക്കോട്ടുപറമ്പ്. പറമ്പിൻ്റെ നടുക്ക് ഇടിഞ്ഞു പൊളിഞ്ഞ തറവാട്ടു വീട്. തല കൂരിച്ച 4-5 കൊന്നത്തെങ്ങുകൾ, പറങ്കിമാവുകൾ. രാത്രി നേരം കൂമൻ മൂളുന്നതും കാലംകോഴി വിളിക്കുന്നതും ചേലക്കോട്ടുപറമ്പിൽ നിന്നാണെന്നാണ് മുത്തശ്ശി പറയുന്നത്. മുത്തശ്ശിയുടെ ചെറുപ്പകാലത്താണത്രേ ചേലക്കോട്ടുകാർ വീടും നാടും ഉപേക്ഷിച്ചു പോയത്. മുത്തശ്ശിയുടെ വലിയമ്മായിയുടെ വകയിലെ ആങ്ങളയാണത്രേ ശങ്കാര്, പെങ്ങള് കല്യാണിയമ്മ. ചേലക്കോട്ടുകാർ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നാണ് മുത്തശ്ശി പറയുന്നത്. ഏതായാലും വീടും വളപ്പും വിറ്റിട്ടില്ല. തൃശ്ശിനാപ്പിള്ളിയിലും കുംഭകോണത്തും ചേലക്കോട്ടുകാരുണ്ടത്രേ. ആർക്കും വേണ്ടാതെ വീട് നശിച്ചു പോയി എന്നാണ് മുത്തശ്ശി പറഞ്ഞത്. ആ വളപ്പിൽ ആരും വീട് വെച്ച് താമസിക്കാനും പോണില്ല. അതെന്താ മുത്തശ്ശി? അതങ്ങനെയാണ്. അപ്പു രാമചന്ദ്രനോളം വലുതാവുമ്പോൾ മുത്തശ്ശി പറഞ്ഞു തരാം. ചേലക്കോട്ടുപറമ്പ് ആരുടെയാണെന്നൊന്നും ഏട്ടനറിയില്ല. എന്നാലും ആ വളപ്പിൽ എത്ര പറങ്കിമാവുകളുണ്ടെന്ന് ഏട്ടന് അസ്സലായിട്ടറിയാം. കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുമ്പോഴേക്കും പറങ്കിമാങ്ങ പഴുത്തു വീഴാൻ തുടങ്ങും. പറങ്കിമാങ്ങയുടെ വാസന കേട്ട് പാമ്പുകൾ എത്തുമെന്നാണ് മുത്തശ്ശി പറയുന്നത്. ആൾതാമസമില്ലാത്ത വളപ്പുകളിലാണത്രേ പാമ്പുകളുടെ വിളയാട്ടം. പൊന്തയും കാടും കെട്ടിക്കിടക്കുകയല്ലേ വളപ്പ്. ദാമേട്ടനും ഏട്ടനും ഇടവഴിയിൽ നിന്ന് ഉയരമുള്ള എത ചാടിക്കടന്ന് പറമ്പിനകത്ത് കടക്കും. ചേലക്കോട്ട് പറമ്പിലേക്ക് ഏട്ടൻ അപ്പുവിനെ കൊണ്ടുപോവില്ല. വിളിച്ചാലും അപ്പു പോവില്ല. പാമ്പുകളെ അത്രയ്ക്ക് പേടിയാണ് അപ്പുവിന്. പഴയൊരു ചാക്കുസഞ്ചി ഏട്ടൻ വെണ്ണീറുപുരയുടെ പിന്നാമ്പുറത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ സഞ്ചിയും കൊണ്ടാണ് അമ്മയില്ലാത്ത നേരം നോക്കി ഏട്ടനും ദാമേട്ടനും ചേലക്കോട്ടെ അതിരു ചാടിക്കടക്കുന്നത്. വീണുകിടക്കുന്ന അണ്ടി മുഴുവൻ പെറുക്കിയെടുക്കും ആദ്യം. അതിനുശേഷം മാവിന്മേൽ കയറി മൂത്തു പഴുക്കാൻ തുടങ്ങിയ മാങ്ങയും അറുത്തു താഴെയിടും. അണ്ടി മാത്രം ഉരിഞ്ഞെടുത്ത് ചാക്കുസഞ്ചിയിലാക്കും. വിഷുവിന് മുമ്പ് ഇങ്ങനെ 3-4 പ്രാവശ്യം ചേലക്കോട്ട് വളപ്പിലേക്ക് കടക്കും ഏട്ടനും ദാമേട്ടനും. അമ്മയറിഞ്ഞാൽ ഏട്ടന് അടി ഉറപ്പാണ്. ഉഗ്രവിഷമുള്ള സാധനങ്ങൾ ഉണ്ടത്രേ ആ വളപ്പിൽ. ദാമേട്ടൻ്റെ അച്ഛൻ പോലീസിലാണ്. പോലീസിൻ്റെ ബെൽറ്റ് കൊണ്ടാണത്രേ ദാമേട്ടൻ്റെ അച്ഛൻ ദാമേട്ടനെ അടിക്കുക. പറങ്കിമാവ് പൂക്കാൻ തുടങ്ങുമ്പോഴേ അമ്മ പറയും, ആ വളപ്പിൽ പോവരുത്. പോയിന്ന് ഞാനറിഞ്ഞ ചട്ടുകം പഴുപ്പിച്ച് ചന്തീമ്പൽ വയ്ക്കും, നോക്കിക്കോ. ഈ ചെകിട്ടിൽ കൂടി കേട്ട് ആ ചെകിട്ടിൽ കൂടി കളയും. അതാണ് ഏട്ടൻ്റെ സ്വഭാവം. ചേലക്കോട്ട് പറമ്പിലേക്ക് ഏട്ടനും ദാമേട്ടനും പോകുന്നതും വരുന്നതും ഒക്കെ അപ്പുവിനറിയാം. എന്നാലും അമ്മയോട് പറഞ്ഞു കൊടുക്കില്ല. ചേലക്കോട്ട് പറമ്പിലെ അണ്ടി വിറ്റ ആ കാശും ചേർത്താണ് വിഷുവിന് പടക്കം മേടിക്കുന്നത്. ഏറിയാൽ 1 ഉറുപ്പിക. അത്രയേ പടക്കം വാങ്ങാൻ അമ്മ തരൂ. അതിനു തന്നെ അമ്മയുടെ പിന്നാലെ നടക്കണം. കമ്പിത്തിരി, മത്താപ്പ്, വിഷുച്ചക്രം, പൂക്കുറ്റി, വേറൊന്നും വാങ്ങാൻ പാടില്ലെന്നാണ് അമ്മയുടെ കൽപ്പന. അമ്മയുടെ വിചാരം 1 ഉറുപ്പികയ്ക്ക് ഒരുപാട് പടക്കം കിട്ടുമെന്നാണ്. മുത്തശ്ശിയെ സോപ്പിട്ട്
ഒന്നോ രണ്ടോ ഉറുപ്പികയും ഒപ്പിക്കും. പീടിക മുക്കിൽ കുട്ടേട്ടൻ്റെ പലചരക്കു കടയിൽ അണ്ടി കൊണ്ടുപോയി കൊടുക്കും ഏട്ടനും ദാമേട്ടനും. ചാക്കുസഞ്ചി നിറച്ചുണ്ടാവും അണ്ടി. എത്ര കാശ് കിട്ടിയാലും പപ്പാതി. മുത്തശ്ശിയോട് ഞങ്ങൾ ചില്ലറ പൈസ വാങ്ങുന്നുണ്ടെന്ന് അമ്മയ്ക്കറിയാം. അതുകൂടി ചേർത്താണ് പടക്കം വാങ്ങുന്നതെന്നും അമ്മ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനൊന്നും അമ്മ വിരോധം പറയില്ല. ഓലപ്പടക്കത്തിനും മാലപ്പടക്കത്തിനും എന്താണ് വിലയെന്ന് അമ്മയ്ക്കറിയില്ല. ചേലക്കോട്ട് പറമ്പിലെ അണ്ടി വിറ്റ കാശ് കീശയിലുള്ളതുകൊണ്ട് കമ്പിത്തിരിയും മത്താപ്പും പൂക്കുറ്റിയും വിഷുച്ചക്രവും ഓലപ്പടക്കവും മാലപ്പടക്കവും വാങ്ങി വലിയൊരു പൊതിയാക്കി കെട്ടിക്കൊണ്ടുവരും ഏട്ടൻ. വിഷുപ്പുലർച്ചെ എണീറ്റ് കണി കാണണം. കണി കണ്ടുകഴിഞ്ഞാൽ ഏട്ടൻ കുപ്പിയില്ലാത്ത മണ്ണെണ്ണ വിളക്ക് കൊളുത്തിക്കൊണ്ടുവന്ന് അരുത്തിണ്ണയിൽ വയ്ക്കും. ആ വിളക്കിൽ നിന്നാണ് അപ്പു കമ്പിത്തിരിയും മത്താപ്പും കത്തിക്കുന്നതും ഏട്ടൻ ഓലപ്പടക്കം കൊളുത്തിയെറിയുന്നതും. കമ്പിത്തിരി കത്തിക്കാൻ അമ്മയും കൂടും. കമ്പിത്തിരി കത്തിച്ചാണ് വിഷുച്ചക്രവും പൂക്കുറ്റിയും കൊളുത്തുന്നത്. മുറ്റത്തിനരികിൽ നിൽക്കുന്ന തെച്ചിയുടെ കൊമ്പിൽ മാലപ്പടക്കം കെട്ടിത്തൂക്കുന്നതും കമ്പിത്തിരി കത്തിച്ച് മാലയ്ക്ക് തീ കൊളുത്തുന്നതും ഏട്ടനാണ്. ഏട്ടൻ ഓലപ്പടക്കം കൊളുത്തിയെറിയുന്നത് കാണുമ്പോൾ മുത്തശ്ശി അമ്മയോട് പറയും, ശ്രീകുട്ടൻ ആരാന്നറിയോ ദേവു? ഇവനാണ് ശങ്കുണ്ണി നായരുടെ പേരക്കുട്ടി. എന്താണ് ചേലക്കോട്ട് തറവാട് ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്നത്? എന്തിനാണ് അവർ നാടുവിട്ടത്? കുറച്ച് ദിവസമായി മുത്തശ്ശിയോട് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് മറന്നുപോകുന്നു. ഭാഗം 2. എന്നും സന്ധ്യയ്ക്ക് പാടത്തു വെള്ളം നോക്കി വരുന്ന വഴി ശിവരാമേട്ടൻ അപ്പുവിൻ്റെ വീട്ടിൽ കയറും. കുറേ നേരം കോലായയുടെ തൂണും ചാരി വിശേഷങ്ങൾ പറഞ്ഞിരിക്കും. 5 കട്ടയുടെ ടോർച്ച് ശിവരാമേട്ടൻ അടുത്തു വെച്ചിട്ടുണ്ടാവും. കന്നിമാസം പണി കഴിഞ്ഞ് നട്ടുകയറുന്നതുവരെ ശ്വാസം വിടാൻ സമയം കിട്ടില്ല ശിവരാമന് എന്നാണ് മുത്തശ്ശി പറയാറ്. ധനു പകുതി കഴിയും കൊയ്ത്തു തുടങ്ങാനത്രേ. കതിര് വിളയുന്നത് വരെ പാടത്തെ വെള്ളം വറ്റാതെ നോക്കണം. ഓർക്കാതിരിക്കുമ്പോഴാവും തെക്കേ തോടിൻ്റെ വക്കത്തുള്ള കൃഷിക്കാര് വടക്കേ പാടത്തെ വെള്ളം ഊറ്റിക്കൊണ്ടു പോകുന്നത്. മക്കൾക്ക് പഠിക്കാൻ വേണ്ടി അമ്മ തളത്തിൽ കമ്പിറാന്തല് കൊളുത്തി വെച്ചിട്ടുണ്ട്. വീട്ടുകണക്ക് ചെയ്യുകയാണേട്ടൻ. അപ്പു സാമൂഹ്യപാഠം വായിക്കുന്നു. കോലായിലിരുന്ന് അമ്മയും മുത്തശ്ശിയും ശിവരാമേട്ടനും വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും പറയുന്നു. കോലായിലിരുന്ന് പഠിക്കാനാണ് രണ്ടാൾക്കും ഇഷ്ടം. വലിയവർ വർത്തമാനം പറയുന്നിടത്തിരുന്നല്ല കുട്ടികൾ പഠിക്കുക. അതിനാണ് അമ്മ കമ്പിറാന്തല് കൊളുത്തി തളത്തിൽ വെച്ചു തരുന്നത്. അവിടെ ഇരുന്ന് പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷേ കോലായിലെ വിശേഷം പറച്ചിൽ തളത്തിലേക്ക് കേൾക്കില്ല. കുറച്ചു നേരം തളത്തിലിരുന്ന് പഠിച്ച് ഏട്ടനും അനിയനും കമ്പിറാന്തൽ തൂക്കി ഉമ്മറത്തേക്ക് പോരും. എന്താടാ അമ്മ? ഭയങ്കര ഉഷ്ണം ഏട്ടൻ. വിശ്വാസം വരുന്നില്ലെങ്കിലും പിന്നീട് അമ്മ ഒന്നും പറയില്ല. കോലായിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ ചെവി അങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ടാവും രണ്ടാളും. വിശേഷങ്ങളുടെ കൂട്ടത്തിൽ ശിവരാമേട്ടൻ പറയുകയായിരുന്നു, ദേവേടത്തി, ഇന്നലെ രാത്രി ഒരു 12 മണി സമയം നിങ്ങളുടെ മേലെ പഠിക്കുന്നാണ് എനിക്ക് തോന്നിയത്. ഒരു കരച്ചിൽ, പെണ്ണിൻ്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ ഉണർന്നത്. ഇടവഴിക്കൂടി ചേലക്കോട്ട് പറമ്പും മേലപ്പാട്ട പടിയും കടന്ന് ചെറുമക്കോളനി വരെ ആ പെണ്ണ് പോയിട്ടുണ്ടാവണം. അതുവരെ കേട്ടു ചെരുമേ ആ കരച്ചിൽ. വെള്ളിയാഴ്ച കറുത്ത പക്ഷം. അത് വേറെ ആരുമല്ല, അവളെന്നെ, മുത്തശ്ശി. ആരാ ചെരുമേ? കുഞ്ഞിമാളു. ചേലക്കോട്ടെ. കറുത്ത വാവു വരെയുണ്ടാവും ഈ കരച്ചിലും പിഴിച്ചിലും. എനിക്ക് വിശ്വാസമല്ല. അവളല്ലാതെ ഏത് പെണ്ണ നട്ടപ്പാതിരയ്ക്ക് മേലെ ഇടവഴിക്കൂടെ നടക്കുക? അമ്മേ. കുറച്ചുറക്കെയാണ് അമ്മ മുത്തശ്ശിയെ വിളിച്ചത്. മുത്തശ്ശി മിണ്ടാതിരുന്നു. അപ്പു തലപൊക്കി നോക്കി. ശിവരാമേട്ടൻ അപ്പുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും കുഞ്ഞുമാളു? രാത്രി 12 മണിക്ക് കുണ്ടനിടവഴിയിൽ കൂടി ഒറ്റയ്ക്ക് നടക്കാൻ കുഞ്ഞുമാളുവിന് പേടിയാവില്ലേ? പട്ടാപ്പകൽ പോലും ആ വഴിക്ക് നടന്നു പോകാൻ അപ്പുവിന് ധൈര്യമില്ല. പിറ്റേന്നു സന്ധ്യയ്ക്കും ശിവരാമേട്ടൻ വന്നു. പതിവ് പോലെ ഏട്ടനും അപ്പു പുസ്തകസഞ്ചിയും എടുത്ത് കമ്പിറാന്തൽ തൂക്കി തളത്തിൽ നിന്ന് ഉമ്മറത്തേക്ക് പുറപ്പെട്ടപ്പോൾ അമ്മ തടഞ്ഞു. അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. തകൃതിയായിട്ട് പഠിക്കുമ്പോഴും അപ്പു ചെവി കൂർപ്പിച്ചു. ഉമ്മറത്തിരുന്ന് പറയുന്നത് തളത്തിലേക്ക് ശരിക്ക് കേൾക്കില്ല. ഒച്ച കുറച്ചാണ് അവർ പറയുന്നതും. മുറിഞ്ഞു മുറിഞ്ഞു പോകുന്ന വർത്തമാനത്തിൽ നിന്ന് ഒരു കാര്യം അപ്പു ഊഹിച്ചെടുത്തു. ശിവരാമേട്ടൻ ഇന്നലെ രാത്രിയും കുഞ്ഞുമാളുവിൻ്റെ കരച്ചിൽ കേട്ടിട്ടുണ്ട്. കറുത്ത വാവു വരെ അങ്ങനെ ഉണ്ടാവും എന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്?
അവളുടെ ദൃഷ്ടിയിലൊന്നും ചെന്ന് പെടരുതേ ശിവരാമ. അതിന് ശിവരാമേട്ടൻ എന്താണ് മറുപടി പറഞ്ഞതെന്ന് അപ്പു കേട്ടില്ല.